السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. 1000 സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള നമ്മുടെ സദസ്സ് തുടങ്ങാണ്. സ്വലാത്ത് ഏറ്റവും മഹത്വമുള്ള ഒന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം. മൻ സല്ല അലയ്യ സ്വലാത്തം വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ ഷഹ. അത് തന്നെ മതി. ആരെങ്കിലും എൻ്റെ മേലിൽ മൻ സല്ല അലയ്യ സ്വലാത്തം വാഹിദത്തൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ ഷഹ 10 ഗുണം ചെയ്യും. അവിടെ ഗുണം എന്നല്ല കൊടുക്കുന്നത്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കൊടുക്കുന്നത് 10 ഗുണമാണ്. അവിടെ ഗുണം നൽകും എന്ന അർത്ഥത്തിനുള്ള സവാബ് എന്ന അർത്ഥത്തിനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. സ്വല്ലല്ലാഹു അലൈഹി ബിഹാ ഷഹ. ആ ഒറ്റ സ്വലാത്തിന് പകരം ഒരു 10 ഗുണം അല്ലാഹു തആല ചെയ്യും. 10 സ്വലാത്ത്. അല്ലാഹുവിൻ്റെ ഒരു സ്വലാത്ത് തന്നെ അതിൻ്റെ വലിപ്പത്തെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ മുത്തുനബിൻ്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹ് 10 സ്വലാത്തിലും, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഗുണം എന്നല്ല അർത്ഥം, ആദരിച്ച് ഗുണം ചെയ്യലാണെന്നാണ്. മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദത്തൻ ഉസീബു അശ്റ സവാബിൻ എന്നല്ല. മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ ഷഹ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് അല്ലാഹു തആല നൽകും. അതു തന്നെ മതി. ഈ ഒരൊറ്റ കഷ്ണം മതി. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളത് പിന്നെ പറഞ്ഞാൽ തീരൂല. അപ്പോൾ അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ് സ്വലാത്ത് എന്നത്. ജീവിതത്തിൽ അധികരിപ്പിക്കട്ടെ എല്ലാവരും, കൂടുതലാക്കി നമ്മുടെ ഷെയ്ഖായി, നമ്മെ നിയന്ത്രിക്കുന്ന നമ്മുടെ തണലായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ നമ്മൾക്ക് പ്രതിഷ്ഠിക്കണം. അവരെ തന്നെ നമ്മൾക്ക് ആ സ്ഥാനത്ത് നിർത്തണം. നിങ്ങൾ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വഴിയോരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്വലാത്ത് ചുണ്ടിൽ മന്ത്രിക്കുന്നത് ശരിയാണോ? കണ്ണിനെ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഇടങ്ങളിൽ നിന്ന് കാക്കാൻ കഴിയും. സ്വലാത്ത് ചുണ്ടിൽ മന്ത്രിച്ചുകൊണ്ടാണോ യാത്ര ചെയ്യുന്നത്? ഹറാമായ സംഗതികൾ ദൃഷ്ടിയിൽ പെടൂല. ആരാണ് ആ ദൃഷ്ടി തെറ്റിച്ചത്? അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ കിട്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത്രയും വലിയ സംഭവമാണ്. അപ്പോൾ എന്താണ് തർബിയത്ത്, എന്താണ് നിയന്ത്രണം, എന്താണ് പോറ്റൽ എന്ന് വ്യക്തമായി അനുഭവത്തിലൂടെ മനസ്സിലാകുന്നൊരു സംഭവമാണ്. ഇന്നലെ വരെ മിഴിച്ചു നിന്ന കണ്ണുകൾ ഇന്ന് അത് ദൃഷ്ടി തെറ്റി, ഇന്ന് അത് ഇമ അടഞ്ഞു. ആരാണ് ഇമ കൊട്ടിയടച്ചത്? ആരാണ് ആ ദൃഷ്ടി തെറ്റിച്ചത്? അത് സ്വലാത്ത് ചൊല്ലിയപ്പോൾ മുത്തുനബി കാര്യം നിയന്ത്രിച്ചതാണ്. ഇത് ഓരോരുത്തർക്കും അവരവരുടെ അനുഭവത്തിൽ വരുന്ന പച്ച യാഥാർത്ഥ്യമാണ്. അല്ലാഹ്, എണ്ണിയാൽ തീരൂല ഇതിൻ്റെ മഹത്വം. സ്വലാത്ത് ചൊല്ലുന്നവന് 70 പരലോകത്തിൻ്റെ വിഷയങ്ങളും 30 ദുന്യാവിൻ്റെ വിഷയങ്ങളും അല്ലാഹു തആല വീട്ടിക്കൊടുക്കും. 70 പരലോകത്തിൻ്റെ വിഷയങ്ങളും 30 ദുന്യാവിൻ്റെ വിഷയങ്ങളും അവനിക്ക് വീട്ടിക്കൊടുക്കും. എല്ലാ കാര്യങ്ങളും നേടാൻ ഇത് മതി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇണക്കമില്ല. അവരുടെ മനസ്സലിഞ്ഞ്, മനസ്സ് ലോലമായി, അവർ പരസ്പരം പൂർണ്ണമായി ഇണക്കത്തോടു കൂടിയാകാൻ സ്വലാത്ത് ചൊല്ലിയാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഒരു പിണങ്ങിയ കുടുംബബന്ധത്തെ ഇണക്കി ചേർത്തത് പെണ്ണിനോട് ലക്ഷക്കണക്കിന് സ്വലാത്ത് എല്ലാം പറഞ്ഞു. ആ സ്വലാത്ത് പറഞ്ഞ കണക്ക് ചൊല്ലിത്തീർന്നപ്പോൾ ആ പെണ്ണ് തിരിച്ചു വന്നിട്ട് സന്തോഷം പറഞ്ഞു, അല്ലോ
ഞങ്ങൾ നന്നായി ഇണങ്ങി ഭർത്താവ് വളരെ സന്തോഷത്തോടു കൂടി ഞാനുമായി അടുത്തു. അപ്പോൾ ഭൗതികമായ പ്രതിസന്ധികൾ, ആത്മീയമായ നമ്മുടെ മുന്നേറ്റങ്ങൾ എല്ലാറ്റിനും ഏറ്റവും വലിയ മരുന്നും കവചവുമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് 1000 ചൊല്ലി ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖാക്കട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا